നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ അന്തസ്സുയർത്തിയ ഒരു വാർത്ത ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്നിട്ട് സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയെയോ മറ്റു മന്ത്രിമാരെയോ കാണാൻ ഏത് മുഖ്യമന്ത്രിയും അവരുടെ ഓഫീസുകളിൽ ആണ് സന്ദർശനം നടത്തുക. പക്ഷെ പതിവില്ലാത്ത വിധം കേരള മുഖ്യമന്ത്രിയെ കാണാൻ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ കേരള ഹൗസിലേക്ക് വന്നു എന്നതാണ് വാർത്ത. പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും അങ്ങനെ സംഭവിച്ചതായിട്ട് ഏറെ ഉദാഹരണങ്ങളൊന്നുമില്ല. മറ്റു സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ പോയി കേന്ദ്രമന്ത്രിമാർ അങ്ങോട്ട് പോയി കണ്ടതോ, കേരള ഹൗസിൽ പോലും കേരള മുഖ്യമന്ത്രിയെ പോയി കണ്ട അനുഭവം ഉണ്ടായിരുന്നത് ഒരു ചരിത്ര സംഭവം പറയുന്നത് കേരള മുഖ്യമന്ത്രി കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമായിരുന്ന സ്വന്തം പാർട്ടിയുടെ തന്നെ നേതാവായിരുന്ന പ്രണബ് മുഖർജി ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ 1982 മറ്റോ 1-2 തവണ കേരള ഹൗസിൽ സന്ദർശിച്ചിരുന്നു എന്ന് മാധ്യമങ്ങൾ വാർത്തകളിൽ കാണുന്നുണ്ട്. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ അതിനുശേഷമോ അതല്ലാത്ത മറ്റ് സംഭവങ്ങളൊന്നും അതിൽ പുതുമയൊന്നുമില്ല. കാരണം കരുണാകരനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്ത് ഔദ്യോഗിക പദവി ഇല്ലെങ്കിൽ പോലും എവിടെ വെച്ച് കണ്ടാലും അത് വാർത്തയല്ല. ഇത് സ്ഥിതി അതല്ല. കേന്ദ്രം ഭരിക്കുന്നത് BJP ഗവൺമെൻറ്റാണ്, NDA ഗവൺമെൻറ്റാണ്. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്, CPM ആണ് നയിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അവർ തമ്മിൽ ആശയപരമായി, ഭരണപരമായി, പ്രത്യയശാസ്ത്രപരമായി ഒക്കെയുള്ള വലിയ വഴക്കുകൾ, ഏറ്റുമുട്ടലുകൾ, പകയും വൈരാഗ്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും തമ്മിലുള്ള നിരന്തരമായ പോരും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും പൂരാതിയും പരാതിയും ഒക്കെയായി നിലനിൽക്കുന്നുണ്ട്. ആ സമയത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ കേന്ദ്ര ധനകാര്യമന്ത്രി കേരള ഹൗസിലേക്ക് ഇറങ്ങി വന്നത് എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും അത് കേരള ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഒരു അന്തസ്സുണ്ടാക്കുന്ന, അവരുടെ സൽപ്പേര് ഉയർത്തുന്ന ഒരു നടപടിയാണത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ വരികയും അവരുടെ അതേ ആദരവ് കേരള ഗവൺമെൻറ് കാണിച്ചു. കേരള മുഖ്യമന്ത്രി അവർക്ക് കേരള ഹൗസിൽ പ്രാതലൊരുക്കി. മുഖ്യമന്ത്രിയും നിർമ്മല സീതാരാമനും ചേർന്ന് പ്രാതൽ കഴിച്ചു. അവരോടൊപ്പം 2 പേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ഗവർണറാണ്, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വന്ന ഗവർണറാണ്. ഗവർണർ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയോടൊപ്പം. അത് ഒരു കാര്യം. 2, ഇതൊക്കെ ഏർപ്പാടാക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നമ്മൾ വലിയ സൗകര്യങ്ങൾ കൊടുത്ത് പോറ്റി വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക പ്രതിനിധി വന്യവയോധികനായ കോൺഗ്രസ് നേതാവ് അവസാന കാലത്ത് CPMലേക്ക് വന്ന് ഇടതുപക്ഷത്തേക്ക് വന്ന് അദ്ദേഹത്തിന് കൊടുത്തൊരു ഉപഹാരം, ഒരു പുരസ്കാരം കൂടിയാണ്, പാരിതോഷികം കൂടിയാണ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്ന പദവി. അത് അദ്ദേഹം കൂടിയാണ് ഉണ്ടായിരുന്നത്. ഈ 4 പേരാണ് നിർമ്മല സീതാരാമനും പിണറായി വിജയനും ആർലേക്കറും പിന്നെ KV തോമസും. ഈ 4 പേരാണ് ഒരുമിച്ച് വിരുന്ന് കഴിച്ചത്. ഇനി അതിൻ്റെ റിസൾട്ടാണ്. അതിനെക്കുറിച്ച് വന്ന പ്രധാനപ്പെട്ട വിശകലനങ്ങളിൽ ഒന്ന്, ഈ സന്ദർശനം അനൗദ്യോഗികമാണ് എന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വിശദീകരണം ഉണ്ടായി. തീർച്ചയായിട്ടും പ്രതിപക്ഷം അതിനെതിരായി ഉന്നയിച്ചൊരു ചോദ്യം, അതെങ്ങനെയാണ് അനൗദ്യോഗികമാകുന്നത്? ഇത് ഒഫീഷ്യൽ അല്ലാതെ മറ്റെന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന ഒരാളെ കാണാൻ കേന്ദ്ര ധനകാര്യമന്ത്രി കേരള ഹൗസിലേക്ക് വന്ന് നടത്തുന്ന ഒരു മീറ്റിംഗ് ആകട്ടെ, പ്രാതലാകട്ടെ, ഫീസ്റ്റ് എന്താവട്ടെ, വിരുന്നായാലും വർത്തമാനമായാലും അത് ഔദ്യോഗികമല്ലാതെ മറ്റെന്താണ്? തീർച്ചയായിട്ടും അത് സാങ്കേതികമായൊരു പ്രശ്നമാകാം. അതാണ് ഒന്നാമത് വന്ന ഒന്ന്. രണ്ടാമത്, ഇങ്ങനെ കൂടിക്കാഴ്ച റിസൾട്ട് എന്താണ്? എന്ത് ഫലമുണ്ടായി? ഒരു ഫലവും ഇതുവരെ വെളിപ്പെടുത്താനായിട്ടില്ല. പക്ഷേ പ്രാഥമിക ഘട്ടത്തിലുള്ള അനൗപചാരിക ചർച്ചയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീമതി നിർമ്മല സീതാരാമൻ ചോദിച്ച മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞത്, ഞാൻ പ്രധാനമന്ത്രിയോട് കൂടിയാലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാം. അതുകൊണ്ട് ഇനിയും തീരുമാനങ്ങൾ, ഇതിൻ്റെ ഈ ചർച്ചയ്ക്ക് വല്ല ഫലവും ഉണ്ടാകുമെങ്കിൽ ഇനി ഉണ്ടാവാനിരിക്കുന്നതേ ഉള്ളൂ, വരാനിരിക്കുന്നതേ ഉള്ളൂ. ഫലം നമുക്കിപ്പോൾ പറയാനായിട്ടില്ല. മൂന്നാമത്തെ ഒരു പ്രശ്നം ഈ ചർച്ചയുമായിട്ട് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ ചർച്ചയിൽ എന്തൊക്കെയാണ് ഉന്നയിച്ചിട്ടുള്ളത്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഉന്നയിച്ച കൂട്ടത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച്, നമുക്ക് മാധ്യമങ്ങളിലൂടെ കിട്ടിയ വിവരങ്ങൾ വെച്ച് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് കൂടുതൽ കടമെടുക്കാനുള്ള വായ്പാ പരിധി ഉയർത്തിക്കിട്ടണമെന്ന പുരാതനമായ ആവശ്യമാണ്. എത്രയോ കാലമായിട്ട് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിച്ചു എന്ന് പറയുന്നു. 2, നമ്മുടെ അഭിമാന പദ്ധതിയായ പ്രസ്റ്റീജ് പ്രോഗ്രാമായിട്ട് മുഖ്യമന്ത്രി സ്വന്തം
പദ്ധതിയായിട്ട് എത്രയോ കാലമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളയിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന ഹൈ സ്പീഡ് റെയിൽവേ പദ്ധതിയാണ്. തീർച്ചയായിട്ടും അത് അതിവേഗ റെയിൽവേ പദ്ധതി ഉന്നയിച്ചു എന്ന് പറയുന്നുണ്ട്, അത് ഉന്നയിച്ചു കാണും. തീർച്ചയായിട്ടും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനേക്കാളും മുറവിളിയായി നമ്മൾ എത്രയോ കാലമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വയനാട് പാക്കേജ്. വയനാടിന് കേന്ദ്രം എന്ത് തന്നു, തന്നില്ല, ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക പാക്കേജ് വയനാടിന് കിട്ടും എന്ന പ്രതീക്ഷ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ മുഖ്യമന്ത്രി ഉന്നയിച്ചു എന്ന് പറയുന്നു. അക്കൂട്ടത്തിൽ വിവാദമായി വന്നൊരു വിഷയം ഉന്നയിച്ചില്ല എന്നതാണ്. അദ്ദേഹം നിർബന്ധമായി ഉന്നയിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നൊരു വിഷയം ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു മാസത്തിലേറെയായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാ തൊഴിലാളികൾ എന്ന ആരോഗ്യവകുപ്പിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വളരെ താഴെ നിലയിൽ ചെറിയ ശമ്പളത്തിന് രാവും പകലും പണിയെടുക്കുന്ന വനിതകളായ ആശാ തൊഴിലാളികളുടെ വേതന വർധനവിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല, മുഖ്യമന്ത്രി ഉന്നയിച്ചില്ല എന്നൊരു പരാതിയും ആ കൂട്ടത്തിൽ ഈ ചർച്ചകളെക്കുറിച്ച് വന്നു. ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനോട് ചേർന്ന് വന്നൊരു വിമർശനം, ഒരേ സമയത്ത് വന്നൊരു വിമർശനം, ഈ സമയത്ത് അത് വരേണ്ടതാണോ എന്നൊക്കെ രണ്ടാമത്തെ ചോദ്യം. അത് ഡൽഹിയിലെ നമ്മുടെ പ്രതിനിധിയായ KV തോമസിൻ്റെ ശമ്പളവും സൗകര്യങ്ങളും, ശമ്പളം എന്നല്ല അദ്ദേഹം പറയുന്നത്, അതൊരു തട്ടിപ്പാണ്. ശമ്പളമല്ല, അദ്ദേഹം അലവൻസാണ് വാങ്ങുന്നത്. ശമ്പളം വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ശമ്പളം വാങ്ങാൻ പാടില്ല, കാരണം അദ്ദേഹത്തിന് പ്രൊഫസർ എന്ന നിലയിലുള്ള പെൻഷനുണ്ട്, MP എന്ന നിലയിൽ ഉള്ള വലിയ ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം അലവൻസ് പോലും ലക്ഷങ്ങൾ വരുന്നു എന്നതാണ് പുതിയ വാർത്ത. അതുകൊണ്ട് അദ്ദേഹത്തിന് അലവൻസ് കൂട്ടിക്കൊടുത്തതിനെ കുറിച്ച് CPM നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. സുധാകരൻ അത് ഉന്നയിച്ചിരുന്നു, അതുപോലെ സെബാസ്റ്റ്യൻ പോൾ കഴിഞ്ഞ ദിവസം അത് എഴുതുക തന്നെ ചെയ്തു. അപ്പോൾ അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വേറൊരു കാര്യം. അവസാനമായി ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായൊരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത് കേരള ഗവർണറുടെ ഇടപെടലാണ്. എനിക്ക് തോന്നുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ വന്ന കാലം തൊട്ട് കേരള ഗവൺമെൻറ്റുമായി നിരന്തരം പോരടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സത്യത്തിൽ അത് ഗവർണറുടെ പണിയല്ല. വിമർശിക്കപ്പെടേണ്ട ധാരാളം നടപടികൾ ഏത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ഉണ്ടാവും. തീർച്ചയായിട്ടും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ വിമർശനത്തിന് അതീതരല്ല, വിമർശിക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ അത് ഗവർണർ ചെയ്യേണ്ടതല്ല, ഗവർണറുടെ പണി അതല്ല. ഗവർണർ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി, സൗഹൃദത്തിൻ്റെ ഒരു പട്ടുനൂലായി വർത്തിക്കേണ്ട ഒരാളാണ് തീർച്ചയായിട്ടും. ബാക്കിയൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നൊക്കെ പറയുകയല്ലാതെ അന്തിമമായി ഒന്നും ചെയ്യാൻ ഇല്ല ഗവർണർക്ക്. ഈ ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയാണ് ഗവർണറുടെ ജോലി. കേരള സംസ്ഥാന ഗവൺമെൻറ്റിനെ പിന്തുണച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് വേണ്ടി കേരള ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി വർത്തിക്കുകയാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് പെരുമാറിയത്. ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ എങ്ങനെയൊക്കെ തകർക്കാമോ ആ നിലപാടാണ് സ്വീകരിച്ചു വന്നിരുന്നത്. ഒരു ശത്രുവിൻ്റെ, ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ, നമ്മുടെ കേരളത്തിലെ ഏത് പ്രതിപക്ഷ നേതാവിനേക്കാളും വലിയ പ്രതിപക്ഷ നേതാവായിട്ടാണ് പിണറായി വിജയൻ ഭരിച്ച കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ പെരുമാറിയത്. അദ്ദേഹം ബീഹാറിലേക്ക് പോയതിന് ശേഷം വന്ന ഗവർണറാണ് ആർലേക്കർ. ആരിഫ് മുഹമ്മദ് ഖാൻ കുഴിച്ച കുഴി ആർലേക്കർ തൂർത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആർലേക്കർ നികത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ ദുഷ്പേര്, ഗവർണർ എന്ന നിലയിൽ ഉണ്ടാക്കിയ ട്രാക്ക് റെക്കോർഡിനെ മറികടന്നുകൊണ്ട് യഥാർത്ഥ ജനാധിപത്യ സംവിധാനത്തിലെ ഒരു ഗവർണറായി ആർലേക്കർ മാറിയിരിക്കുന്നു. അദ്ദേഹം കേരള ഹൗസിൽ മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുക്കുന്നു. തീർച്ചയായിട്ടും കേന്ദ്ര ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ നടക്കുന്ന ഒരു ചർച്ചയിൽ ഒരു മധ്യവർത്തിയോ ഒരു കണ്ണിയോ ഒരു ലിങ്ക് ഒക്കെ ആയിട്ട് ഗവർണർ ഉണ്ടാകുന്നത് നല്ല മാതൃകയാണ്. നമ്മുടെ ജനാധിപത്യത്തിലെ പാർലമെൻ്ററി മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദയായിട്ടാണ് ആർലേക്കറുടെ ഒരു സാന്നിധ്യത്തെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഒരു പുതിയ ഗവർണർ, ഒരു ഗവർണറുടെ ഒരു പുതിയ സേവന സംവിധാനം, ഗവർണറുടെ ഒരു പുതിയ ജനാധിപത്യ മര്യാദ ആർലേക്കർ വെട്ടി തുറക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കി വെച്ച ജനാധിപത്യത്തിൻ്റെ പരിക്ക് പതുക്കെ ഉണക്കുകയാണ് ആർലേക്കർ എന്ന പുതിയ ഗവർണർ. ഇത്രയുമാണ് ഡൽഹിയിലെ ചർച്ചയുടെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വരുമ്പോൾ അതിനെക്കുറിച്ച് ഇനിയും നമുക്ക് ചർച്ച ചെയ്യാം. നമസ്കാരം.